നമ്മുടെയൊക്കെ അസ്ഥികളെ ജീർണിപ്പിക്കുന്ന രീതിയിൽ പലരുടെ ജീവിതത്തിൽ അസൂയ കയറി പിടിച്ചിട്ടുണ്ട്. പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന സ്വന്തം കൂടപ്പുറപ്പ് പോലും നന്നാകുന്നത് കാണുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. സ്വന്തം കുടുംബാംഗങ്ങളിൽ എന്തെങ്കിലും നന്മയുണ്ടാകുന്നതോ, അവിടെ കുടുംബമോ അവിടെ വരുമാന മാർഗ്ഗങ്ങളോ അവിടെ മക്കളോ ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ വല്ലാത്ത പച്ചമലയാളത്തിൽ പറഞ്ഞ ചൊറിച്ചിലാണ്. അതിന് മറ്റൊരു വാക്കാണ് അസൂയയ്ക്ക്, മറ്റൊരു ചൊറിച്ചിലാണ് ചിലർക്ക്. ഇതൊരു വിശദീകരിക്കപ്പെടേണ്ട വികാരമാണ്, ഇതൊരു മൂലഭാവമാണ്. ഈ അസൂയ നമ്മളെ പല പാപങ്ങളിലേക്ക് എത്തിക്കും. അതിനേക്കാളും അതുകൊണ്ടാണല്ലോ ഇതിനെ മൂലപാപങ്ങളിൽ ഒന്നായിട്ട് അസൂയ കാണുന്നത്. കാരണം എന്താ, ഇത് മറ്റനേകം പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കും. കായൻ ആബേലിനോട് അസൂയ തോന്നി അവന്റെ ബലി സ്വീകരിക്കാതിരുന്നതിൽ അതിന് അവസാനം എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ആ അസൂയ അവനെ കൊലപാതകത്തിലെത്തിച്ചു. അപ്പോൾ അസൂയ കൊണ്ട് ഒരുവന്റെ ജീവിതം നശിക്കാൻ വേറെ ഒന്നും വേണ്ട. ഹൃദയത്തിൽ ഈ തിന്മ കയറി പറ്റിയാൽ നിശ്ചയമായിട്ടും ജീവിതം നശിക്കും എന്നുള്ളതും, ജീവിതത്തിന്റെ സാധ്യതകളിലുള്ള നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നുള്ളതും, മുന്നോട്ടുള്ള ജീവിതത്തിൽ മുഴുവനും ഈ തിന്മ ഒരുവന്റെ മനസ്സിനെ, ചിന്തകളെ, ഹൃദയത്തെ ഭരിച്ച് ഒരുവനിലൂടെ വെളിപ്പെടേണ്ട ദൈവീകമായ നന്മകളെയും ഉപരി ദൈവീകമായ സ്വഭാവത്തെയും നശിപ്പിച്ച് കളയുന്നുള്ളതിന് കൃത്യമായ അടയാളങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും.